ലൈലത്തുൽ ഖദറിനേക്കാൾ മഹത്വമുള്ള രാവാണ് നബിദിനം എന്ന് പറയുന്നു. മാത്രമല്ല നബിദിനത്തിന് ഇന്ന് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് എത്രത്തോളം വെച്ച് കഴിഞ്ഞാൽ അവർ ജൂത ക്രൈസ്തവരെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിൻപറ്റി പള്ളികളൊക്കെ ആ നിലക്ക് മോടി പിടിപ്പിച്ച് അലങ്കാരങ്ങളൊക്കെ വെച്ച് അപ്പോൾ അതിനെന്താ ഹുദൂ സീനത്തക്കും ഇന്ത കുല്ലി മസ്ജിദ് ആയത്ത് മോദി ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ഖുർആൻ ആയത്തുണ്ട് ഓതാണ്. എന്നാൽ ഈ ആയത്തുകളൊന്നും ഇതിനു വേണ്ടി അവതരിപ്പിക്കപ്പെട്ടതുമല്ല. ആയിരുന്നെങ്കിൽ ഇത് സ്വഹാബത്ത് കേട്ടിട്ടുണ്ടല്ലോ, കേട്ടിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയം മാത്രമല്ല ഇപ്പൊ ഇമാം ഷാഫി റഹിമഹുല്ല ചെയ്യണ്ടേ? അതെ, ഏറ്റവും ചുരുങ്ങിയത് എന്താണ് ഷാഫി മദഹബിന്റെ ആളുകളെന്ന് പറയുമ്പോൾ ഷാഫി ഇമാം ചെയ്യണ്ടേ? വേണ്ട. റാഫി ഇമാം ചെയ്തോട്ടെ, വേണ്ട. ഇമാം നബിയെങ്കിലും ഒന്ന് ചെയ്യണ്ടെന്ന് ഇവർക്ക് ആർക്കും ഇല്ലാത്ത ഇവർ പറയണ്ടേ ഇജ്തിഹാദിന്റെ വാതിലൊക്കെ കൊട്ടി അടച്ചിരിക്കണം. ഇനി ജിത്തിഹാദിന് എന്തില്ല മതത്തിൽ സ്ഥാനമില്ല, കാരണം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്യും. ഓരോ പുതിയ പുതിയ സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് അതിനെ ആയത്ത് പറയും ചെയ്യും. നമ്മളൊക്കെ മുഖല്ലിദീങ്ങളാണ് എന്നും പറയും. മുഖല്ലിദാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ആയത്ത് ഒരു തെളിവ് പറയാൻ പറ്റില്ല. കാരണം ദലീൽ പറയണമെന്നുണ്ടെങ്കിൽ മുജ്തഹിദിനല്ലേ പറ്റുള്ളൂ. എടുത്തു പോവാന്നല്ല, നമ്മൾ തഖ്ലീദ് ചെയ്യുന്ന ആളുകളാണെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇവരുടെ വാദവും ഇവരുടെ സംസാരവും രണ്ട് തട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്.